ഹലോ എവ്രി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐബ്രഷ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമത്തിനെതിരെ നമ്മൾ നടത്തിയ ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിവോൾട്ട് ഓഫ് 1857. റിവോൾട്ട് ഓഫ് 1857ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിവോൾട്ട് ഓഫ് 1857 ആണ്. നമുക്കറിയാം, നമ്മളുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് മൂന്നാമതായിട്ടാണ്. ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് ഡച്ചുകാർ വരുന്നുണ്ട്, പിന്നീടാണ് ബ്രിട്ടീഷുകാർ വരുന്നത്, അവസാനമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. ഇതാണ് യൂറോപ്യൻസിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ. 1613 ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ റോസാപ്പൂവൊക്കെ നൽകി ജഹാംഗീറിനെ മയക്കി എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ട് പിടിച്ച് നമ്മൾ പഠിച്ചൊരു പാറ്റേൺ ആണ്. ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറിക്ക് ഇടം കൊടുത്തു നമ്മൾ എന്നുള്ളത്. അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത് 1757 ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു യുദ്ധം ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായിട്ട്. ഈ യുദ്ധത്തിനെ നമ്മൾ വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി എന്നാണ്. 7 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1756 ആദ്യത്തെ യുദ്ധം, 1757 ആദ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞു. അത് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മളോട് ഒരു യുദ്ധം ചെയ്യാം, ബാറ്റിൽ ഓഫ് പ്ലാസി. 7 വർഷങ്ങൾക്ക് ശേഷം 1764 ബക്സ എന്ന് പറഞ്ഞൊരു യുദ്ധം നടത്തി ഏറെക്കുറെ അവരുടെ ശക്തി നമ്മളെ കാണിച്ചു തന്നു. തിരിച്ച് നമ്മൾ അടിക്കുന്നത് 100 വർഷങ്ങൾക്ക് ശേഷമാണ്. 1857 ഒരു വിപ്ലവം നടക്കുന്നത്. ഈ വിപ്ലവത്തിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ ഇതിനെ കാണുന്നത് ഒരു സിപ്പോയി മ്യൂട്ടിനി ആയിട്ടാണ്. അതായത് വളരെ സിമ്പിളായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത് ഇത് വെറും ശിപ്പായി ലഹളയല്ലേ എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. പിന്നീട് അവർ പറയുന്നത് ചെകുത്താൻ്റെ കാറ്റ്, ഡബിൾസ് വിൻഡാണ് ഈ പറയുന്ന റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരൻ മാത്രമല്ല ലോകമെമ്പാടും ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോരാട്ടത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് എക്സാമിന് നമ്മളോട് ചോദിക്കും, റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് എന്നുള്ള കാര്യം ചോദിക്കും. നിങ്ങൾക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ, അല്ലെങ്കിൽ റിലീജിയൻ ഈസ് ആൻ ഒപ്പിയം എന്ന് പറഞ്ഞ, മതമനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊക്കെ പറഞ്ഞ കാറൽ മാക്സ് ആണ് ആദ്യമായിട്ട് എന്തെഴുതിയത്, പറഞ്ഞത് ഈ പറയുന്ന നമ്മളുടെ റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ആദ്യത്തെ വിദേശി. മാക്സ് ഒരു ഇന്ത്യക്കാരനല്ല എന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഫോറിനർ ആരാണ് ഇത് വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറൽ മാക്സ് ആണ് എന്നുള്ള കാര്യം എടുക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്പെസിഫൈ ചെയ്തത് ഫസ്റ്റ് ഫോറിനർ എന്ന് പറയുന്ന കാര്യം? കാരണം ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്നും ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് തരാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പഠിക്കുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് നമ്മളുടെ ബ്രെയിനോട് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം റിവൈസ് ചെയ്യാണ്. നമുക്കറിയാം റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റാറ്റിക് GKകളിൽ നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട പാറ്റേൺ. നിങ്ങൾ ചിന്തിക്കായിരിക്കും, റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ എന്തിനാണ് ഞാൻ ഈ എയർപോർട്ടിൻ്റെ കാര്യം പറയുന്നത് എന്നുള്ളത്. അതായത് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറിയായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ പേര് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ മനുഷ്യൻ്റെ പേരാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഹിന്ദുത്വത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മളുടെ റിവോൾട്ട് ഓഫ് 1857 ആദ്യമായിട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ഇന്ത്യക്കാരൻ. ഗാന്ധി വധത്തിൽ അക്യൂസ്ഡ് ആയിരുന്നു ഈ പേഴ്സണാലിറ്റി. അതായത് അക്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി, പ്രതിയാക്കപ്പെട്ട വ്യക്തി എന്നൊക്കെയാണ്. അപ്പോൾ ഗാന്ധി വധത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി. എന്നാൽ ഇദ്ദേഹത്തിനെ ശിക്ഷിച്ചില്ല, ഇദ്ദേഹത്തിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുകയും അയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഗാന്ധിയോടൊപ്പം നമ്മൾ പ്രതിമ സ്ഥാപിച്ചതും ഈ വ്യക്തിയുടെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് വി ഡി സവർക്കർ. വീർ സവർക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞ എത്ര കാര്യങ്ങളാണ് അവിടെ എന്നുള്ള കാര്യം നോക്കാം.
ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയർ എയർപോർട്ടിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട്. യു മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാന്റെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിലാണ്. ഡീലാണ്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറൽ മാക്സ് ആണ്. സോറി, ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വീർ സവർക്കർ എന്നറിയപ്പെടുന്ന VD സവർക്കർ ആണ്. ആദ്യത്തെ വിദേശി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറൽ മാക്സ് ആണ്. അപ്പൊ വീർ സവർക്കർ ആണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ. ബ്രിട്ടീഷുകാർ വിളിച്ച കാര്യമാണ് സിപ്പോയ് മ്യൂട്ടിനി, ഇന്ത്യൻ മ്യൂട്ടിനി എന്നൊക്കെ പറയുന്നത്. ഡെവിൾസ് വിൻഡ്, പല പേരുകളുണ്ട്. അതായത് ഈ വിപ്ലവം സീക്രട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യല്ലേ. അപ്പൊ സീക്രട്സ് പാസ് ചെയ്ത ബ്രിട്ടീഷുകാരെ അറിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്തെന്നറിയൂ? ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ചപ്പാത്തിയുടെ മാവിനകത്ത് നമ്മൾ പേപ്പർ കുത്തി കയറ്റി എഴുതിയിട്ട് രഹസ്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നത് ചപ്പാത്തി റെവല്യൂഷൻ എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന റിവോൾട്ട് ഓഫ് 1857 ആണ്. അപ്പൊ ചപ്പാത്തി റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഒന്ന് റിവോൾട്ട് ഓഫ് 1857 ആണ്. സിപ്പോയ് മ്യൂട്ടിനി അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സിപ്പോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരായ സോൾജേഴ്സ് ഉണ്ട്, ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ട്. ഈ ഇന്ത്യൻ സോൾജേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിപ്പോയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വിപ്ലവത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യ മൊത്തത്തിൽ ഏറെക്കുറെ വ്യാപിച്ച് കിടന്ന ഒരു വിപ്ലവമായിരുന്നു ഏത് ഈ പറയുന്ന നമ്മുടെ റിവോൾട്ട് ഓഫ് 1857. നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്ന റിവോൾട്ട് ഓഫ് 1857. ചപ്പാത്തി റെവല്യൂഷൻ എന്ന് മറ്റൊരു പേരുള്ള ഒന്ന്, സിപ്പോയ് മ്യൂട്ടിനി എന്ന് പറയുന്ന പേര്, ഡെവിൾസ് വിൻഡ് എന്ന് പറയുന്നത് ഏത് എക്സാമിന് ചോദിക്കാവേ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഡെവിൾസ് വിൻഡ് എന്നറിയപ്പെടുന്ന, സിപ്പോയ് മ്യൂട്ടിനി എന്നറിയപ്പെടുന്ന പാറ്റേണാണ് എന്ത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സിപ്പോയ് മ്യൂട്ടിനി, ഇന്ത്യൻ മ്യൂട്ടിനി എന്നൊക്കെ അറിയപ്പെടുന്ന പാറ്റേൺ. ഇത് പ്രധാനമായി നോക്കുന്ന മറ്റൊരു പാറ്റേൺ. അതായത് സത്യത്തിൽ ഈ വിപ്ലവം സിപ്പോയ്മാർക്ക് മാത്രം ഇടയിലുണ്ടായ ഒരു വിപ്ലവമൊന്നും അല്ലായിരുന്നു. ശിപ്പോയിമാർ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. എന്നാൽ ഇതിൽ രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു, ആൻഡ് കർഷകർ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ മിക്ക ജനവിഭാഗങ്ങളും ഈ വിപ്ലവത്തിൽ പങ്കെടുത്തു. എന്നാൽ ഈ വിപ്ലവം വിജയമായിരുന്നു. വിപ്ലവം വിജയമായിരുന്നെങ്കിൽ 1857 അല്ലെങ്കിൽ 58 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കിട്ടിയോ? ഇല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പിന്നെയും എത്ര കാലം കഴിഞ്ഞിട്ടാണ്? 1947 അതായത് അതിൻ്റെ അർത്ഥം ഈ വിപ്ലവം ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. വിപ്ലവം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം നോക്കാനുള്ളത് എന്താണ് ഈ വിപ്ലവം, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് ബിഗാൻ ഓൺ 10th May 1857 അറ്റ് മീററ്റ്. 1857 മീററ്റിൽ വെച്ചാണ് ഈ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റിവോൾട്ട് ഓഫ് 1857 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീററ്റിലാണ്. 1857 May 10 റിവോൾട്ട് ഓഫ് 1857 മീററ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. മീററ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത് May 10 സ്റ്റാർട്ട് ചെയ്ത വിപ്ലവം. മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ ഒരു സിപ്പായി ഉണ്ടായിരുന്നു നമുക്ക്. മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെ എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഓഫീസറിനെ അടിക്കുകയാണ് ചെയ്തത്. ഒരു ബ്രിട്ടീഷ് ഓഫീസറിനെ അടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന യൂറോപ്യൻസിന് ഇന്ത്യക്കാരോടൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. മംഗൾ പാണ്ഡെ വാസ് സിപ്പോയ്. അദ്ദേഹം ഒരു സിപ്പോയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ പട്ടാളക്കാരനായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പട്ടാളക്കാരനായ ഇദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് ഇവർക്കൊരു വിവേചനം ഉണ്ടായിരുന്നു, ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ആൾക്കാരോടല്ലേ താല്പര്യം ഉണ്ടാവുള്ളൂ. അവർക്ക് വൈറ്റ് പീപ്പിളിനോടാണ്, യൂറോപ്യൻസിനോടാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഇത് സ്വാഭാവികമായി എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ഫ്രസ്ട്രേഷൻ അതിനിടയിൽ നമുക്കുണ്ടായി. ഈ പാറ്റേൺ കാരണം മംഗൾ പാണ്ഡെ ഒരിക്കൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അടിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബ്രിട്ടീഷുകാരനെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാവം പിടിച്ച് നമ്മുടെ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. അപ്പം റിവോൾട്ട് ഓഫ് 1857 ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗൾ പാണ്ഡെയാണ്. റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് മാർട്ടിയാർ എന്നറിയപ്പെടുന്നത്, മാർട്ടിയാർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാണ്. അപ്പോൾ റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് മാർട്ടിയാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മംഗൾ പാണ്ഡെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ മംഗൾ പാണ്ഡെയാണ് റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് മാർട്ടിയാർ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് മംഗൾ പാണ്ഡെ. അപ്പോൾ മംഗൾ പാണ്ഡെയാണ് റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് മാർട്ടിയാർ. ഡീലാണ്. ഇനി പ്രിൻസ് ഓഫ് മാർട്ടിയാസ് ആരാണ്? പ്രിൻസ് ഓഫ് മാർട്ടിയാസ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ രാജകുമാരനാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റിലീജിയൻ എന്ന് പറയുന്ന പാറ്റേണിൽ നമ്മൾ എത്തീസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എത്തീസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളെ ആണ് നമ്മൾ എത്തീസ്റ്റ് എന്ന് പറയുന്നത്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ
ഭഗത് സിംഗ് ആണ് പ്രിൻസ് ഓഫ് മാർട്ടിയർസ് എന്നറിയപ്പെടുന്നത്, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭഗത് സിംഗ് ആണ്. സോ പ്രിൻസ് ഓഫ് മാർട്ടിയർസ് എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഫസ്റ്റ് മാർട്ടിയർ ഓഫ് റിവോൾട്ട് ഓഫ് 1857 എന്നറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മംഗൽ പാണ്ഡെയാണ്. അപ്പൊ ഈ മംഗൽ പാണ്ഡെയെ പാവം പിടിച്ചവരെ പിടിച്ച് തൂക്കിലേക്ക്. അതോടുകൂടി ഏറെക്കുറെ നമ്മുടെ വിപ്ലവത്തിന് ശക്തി പ്രാപിച്ചു. എന്നാലും ഇമ്മീഡിയറ്റ് കോസ് ഇത് മാത്രമല്ലായിരുന്നു, മറ്റു കാരണങ്ങളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഇമ്മീഡിയറ്റ് കോസ് എന്താണ്, പെട്ടെന്നുണ്ടായ കാരണം ഇതാണല്ലോ. ഒരു സ്പാർക്ക് ഉണ്ടാവില്ലേ നമുക്ക്. ഒരു വിപ്ലവം എപ്പോഴും അങ്ങനെയാണ്, ഒരു പെട്ടെന്ന് നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സ്പാർക്ക്. എന്തായിരുന്നു ആ സ്പാർക്ക്? ആ സ്പാർക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്രിഡ്ജ് ഇഷ്യൂ ആണ്. റൂമേഴ്സ് ടു ബി ഗ്രീസ്ഡ് വിത്ത് കൗ ആൻഡ് പിഗ് ഫാറ്റ്. ഒന്നുമില്ല. അതായത് ബ്രിട്ടീഷുകാർ പുതിയതായിട്ടൊരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ തോക്കിനകത്ത് കാട്രിഡ്ജ് എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും നെയ് പരട്ടിയിട്ടുണ്ട് എന്നൊരു റൂമർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ജസ്റ്റ് എ റൂമർ. അതായത് റൂമർ ഇതായിരുന്നു, പശുവിൻ്റെയും പന്നിയുടെയും നെയ് ഈ പറയുന്ന കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുള്ളറ്റാണ്. ഇന്നത്തെ പോലെയല്ല, പണ്ട് നമ്മൾ കാട്രിഡ്ജ് കടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കടിക്കണം. എന്താണ് പ്രശ്നം? നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ പശുവിറച്ചി കഴിക്കില്ല ആണല്ലോ. അപ്പൊ കാട്രിഡ്ജിനകത്ത് പശുവിന്റെ നെയ്യ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അത് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തൊടാൻ പറ്റില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി പന്നിയുടെ നെയ്യുണ്ട്, മുസ്ലിംസ് പന്നി ഇറച്ചിയും കഴിക്കില്ല. ഓക്കെ, അപ്പൊ പിന്നെ മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നായി. അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ റിലീജിയസ് ഇഷ്യൂ ആണ്, ഞങ്ങൾ പശുവിറച്ചി കഴിക്കില്ല, ഞങ്ങൾ പന്നി ഇറച്ചി കഴിക്കില്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നായി. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എക്സാമിനേഷന് ഇമ്മീഡിയറ്റ് റീസൺ ഇത് മാത്രമൊന്നുമല്ല, കാരണം ഒരുപാട് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരുണ്ടായിരുന്ന കാരണമാണ്. അതായത് രാജാക്കന്മാർക്ക് ഇപ്പോൾ ഇത് കാട്രിഡ്ജ് ഉപയോഗിക്കുന്നതുമായിട്ട് എന്താ ബന്ധപ്പെട്ട പാറ്റേൺ? ജാൻസി റാണി അല്ലെങ്കിൽ ബഹദൂർ ഷാ സാഫറൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്കൊന്നും പ്രശ്നമല്ല, കാട്രിഡ്ജ് ഒന്നും അവരുടെ ടോപ്പിക്കും അല്ല. അപ്പൊ അവർക്കും ഇതിന് വേറെ വിഷയമുണ്ട്. ഇനി കർഷകർക്ക് എന്താണ് വിഷയം? ഇതുമായിട്ട് വലിയ വിഷയമുണ്ട് ഇല്ല. അപ്പോൾ ഓരോ ആൾക്കാരും ഇത് പങ്കെടുക്കാൻ പല കാരണങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷെ എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്മീഡിയറ്റ് റീസൺ എന്തായിരുന്നു എന്നാരെങ്കിലും ചോദിച്ചാൽ, അതായത് ഇതിന്റെ പിന്നിലെ ഇമ്മീഡിയറ്റ് റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്രിഡ്ജ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് മറന്നു പോകരുത്, കാട്രിഡ്ജ് ഇഷ്യൂ ആയിരുന്നു ഇമ്മീഡിയറ്റ് റീസൺ. നമുക്ക് ഓരോ കോസും പറയാം. റിവോൾട്ടിന് കാരണമായ പല കാരണങ്ങളിൽ ഓരോ കാരണങ്ങൾ. ആദ്യം നമുക്ക് ഇതിന്റെ പൊളിറ്റിക്കൽ കോസ് എന്തായിരുന്നു എന്നുള്ള കാര്യം നോക്കാം. പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്, ബൈ ലോർഡ് ഡൽഹൌസി. അതായത് ഡൽഹൌസിയുടെ വക ഒരു പുതിയതായിട്ട് ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പാറ്റേൺ, അനക്സേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അബൌട്ട് 1856. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഈ പറയുന്ന നമ്മളുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൽഹൌസിയാണ്. എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് സാധനം എന്ന്. നമുക്ക് വളരെ സിമ്പിളായി പറഞ്ഞാൽ ദത്തവകാശം എന്ന് പറയുന്ന പാറ്റേണാണ്. ഒന്നുമില്ല, ഡൽഹൌസി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ പിന്തുടർച്ച അവകാശമുള്ള മക്കളുണ്ടെങ്കിൽ ആ രാജ്യം നിങ്ങൾ തന്നെ ഭരിച്ച കുഴപ്പമൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നല്ലോ ഇന്ത്യ മൊത്തം. ഇപ്പോൾ തിരുവിതാംകൂർ അല്ലെങ്കിൽ നമ്മളുടെ കോഴിക്കോട്, കേരളത്തിലെ പല സ്ഥലങ്ങൾ, പിന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റുകൾ, 500+ പ്രിൻസിലി സ്റ്റേറ്റുകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനത്തിന് ശേഷം അവർ മരിച്ചോട്ടെ, ഞങ്ങളുടെ ടോപ്പിക്കല്ല, ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾ അതിൽ ഇടപെടാൻ വരുന്നില്ല. ഡോക്ടർ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് ദത്തവകാശം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത് ദത്തവകാശ നിരോധന നിയമമാണ് ഈ ഡോക്ടർ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അവർ പറയുകയാണ് നിങ്ങൾക്ക് സ്വന്തം രക്തത്തിൽ മക്കളുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ. അതായത് എനിക്കിപ്പോൾ സ്വന്തമായിട്ടൊരു കുട്ടിയില്ല എന്ന് വിചാരിക്കുക, ഞാൻ ഒരു കുട്ടിയെ ദത്തെടുത്തു, എന്നിട്ട് ഞാൻ പറയാണ് എൻ്റെ പിന്തുടർച്ചാവകാശം അവനാണ്, എനിക്ക് പറയാൻ പാടില്ലേ? ബ്രിട്ടീഷുകാർ പറയോ അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങൾക്ക് സ്വന്തം രക്തത്തിൽ പിള്ളേരുണ്ടെങ്കിൽ മാത്രം രാജ്യം കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ്. ഇത് നിങ്ങളുടെ രാജ്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ്. നിങ്ങൾക്ക് സ്വന്തമായി രക്തത്തിൽ മക്കളില്ല എങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ആണ് എന്ത് കിട്ടാൻ പോകുന്നത്, ഈ സാധനം കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. രാജാക്കന്മാരുടെ നടക്കണ പരിപാടിയല്ല ഇത്. ഞങ്ങൾക്കെതിരെയുള്ള ഇൻഫ്രിഞ്ച്മെൻ്റാണ്, ഞങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള കാര്യമായിരുന്നു ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞത്. ഇങ്ങനെയാണ് ഈ പറയുന്ന വിപ്ലവത്തിൽ ആര് വരുന്നത്? രാജാക്കന്മാർ വരുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ രാജാക്കന്മാർ ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. കാരണം ഏറെക്കുറെ രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. ബ്രിട്ടീഷ് അനുകൂല്യമുള്ള ആൾക്കാരായിരുന്നു രാജാക്കന്മാർ പകുതിയിലേറെ.
ആൻഡ് ഇവരെന്തുകൊണ്ടാണ് ഇതിലേക്ക് വരേണ്ടി വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. ഞങ്ങളോട് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളിലേക്ക് കടന്നു കയറി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് രാജാക്കന്മാർ ഇതിലേക്ക്. അപ്പോൾ പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത് ഡൽഹൌസിയുടെ ഡോക്ടർ ഓഫ് ലാബ്സ് ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. അവനവൻ്റെ കൊച്ചിനെ മാത്രമേ പറ്റൂ എന്നുള്ളതാണ് ഡൽഹൌസിയുടെ പ്രത്യേകത. ഇപ്പം വീട് എന്നുള്ളതാണ് ഹൗസ് എന്നുകൊണ്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അപ്പം സ്വന്തം മടിത്തട്ടിലല്ലേ, സ്വന്തം ലാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തുടയല്ലേ, സ്വന്തം ലാപ്പിലുള്ള പിള്ളേർ മാത്രം മതി എന്ന് പറഞ്ഞ പാറ്റേണിലാണ് ഡൽഹൌസി പറഞ്ഞത്. അതല്ലാത്ത പിള്ളേരെ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പം ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. ഹൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുമ്പോൾ ഡൽഹൌസിയാണ് എന്നുള്ള കാര്യം എടുക്കുക. ഇപ്പോൾ സ്വന്തം വീട്ടിലെ സ്വന്തം തുടയിൽ ജനിച്ചു വളർന്ന കുട്ടികൾ മാത്രം മതി, അല്ലാത്ത കുട്ടികൾക്ക് രാജ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുന്നത് ഡോക്ടർ ഓഫ് ലാബ്സ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലോർഡ് ഡൽഹൌസി. ഡൽഹൌസിയുടെയാണ് ഡോക്ടർ ഓഫ് ലാബ്സ് എന്നുള്ള കാര്യമാണ് കിട്ടുന്നത്. സോ അനക്സേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ അനക്സ് ചെയ്യണം. അവത് റിവോൾട്ട് ഓഫ് 1857 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഈ പറയുന്ന അവധ് എന്ന് പറഞ്ഞാൽ. അവധിന്റെ ബീഗം ആരാണ് എന്നുള്ളത് ബീഗ് മസ്രത്ത് മഹളാണ്. എക്സാമിനേഷൻ ചോദിക്കും അവധിൽ വിപ്ലവം നടത്തിയ ആരാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു കഥയുടെ രൂപത്തിൽ വിഷ്വലൈസേഷൻ മെത്തേഡിൽ പഠിപ്പിച്ചു തരാം ഒരു സെഷനിൽ. നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അതായത് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ നമുക്ക് റിവോൾട്ട് ഓഫ് 1857 ചോദിക്കുന്ന ചോദ്യമാണ്, ഈ രാജാക്കന്മാർ ആരാണ് ഇവിടെ ഈ വിപ്ലവം നടത്തിയത് എന്നൊക്കെ നമ്മളോട് എക്സാമിനേഷൻ ചോദിക്കും. അപ്പം അവധിലെ റാണി അല്ലെങ്കിൽ അവധിന്റെ ബീഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിം ഫാമിലിയിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന സ്ത്രീകളെ വിളിക്കുന്ന ഒരു പേരാണ് ബീഗം എന്ന്. സോ ബീഗം ഓഫ് അവധ് എന്ന് പറഞ്ഞാൽ ബീഗം ഹസ്രത്ത് മഹളാണ്. ബീഗം ഹസ്രത്ത് മഹളാണ് 1856 അവധ് എടുത്തുകൊണ്ട് പോയി. സത്താറ, ജാൻസി, നാഗ്പൂർ, സാമ്പള്ളൂർ ഇതെല്ലാം ഈ പറയുന്ന ഡോക്ടർ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്ന പ്രിൻസ്ലി സീറ്റുകളാണ് സത്താരയും ജാൻസിയും നാഗ്പൂറും സാമ്പള്ളൂരും. ഇതൊക്കെ എന്തായിരുന്നു ഈ പറയുന്ന അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ദേഷ്യമുണ്ടാകാനുള്ള കാരണമായി. ഇനി റിമൂവൽ ഓഫ് ട്രഡീഷണൽ റൂൾസ്. അതായത് ഇത്രയും നാളും ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി മുഗൾ സാമ്രാജ്യം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്ന റിവോൾട്ട് ഓഫ് 1857 പങ്കെടുത്ത ബഹദൂർ ഷാ സാഫർ. പിന്നീട് നമ്മൾ രംഗൂണിലേക്ക് നാട് കടത്തിയ വ്യക്തിയും ഈ ബഹദൂർ ഷാ സാഫറാണ്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ രംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ട ബഹദൂർ ഷാ രണ്ടാമൻ രണ്ടും ഒരാൾ തന്നെയാണ് കേട്ടോ. ഈ ഇദ്ദേഹത്തിനൊക്കെ രാജ്യം പെൻഷൻ കൊടുത്തിട്ടുണ്ട്. രാജ്യമല്ല, ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. പെൻഷൻ നിർത്തിയൊന്നുമല്ല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശിപ്പായിമാരെല്ലാം കൂടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിപ്ലവമൊക്കെ ജയിക്കും ഇപ്പം. അപ്പോൾ ഞങ്ങൾക്കൊരു രാജാവില്ല, ഞങ്ങൾക്കൊരു ചക്രവർത്തിയുടെ ഒരു കുറവുണ്ട്, ഞങ്ങൾ ചക്രവർത്തിയായിട്ട് ഉദ്ദേശിക്കുന്നത് താങ്കളെയാണ്. അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് താല്പര്യമൊന്നുമില്ല, എനിക്ക് ഒന്നാമത് പ്രായമായി, എനിക്ക് ഇനി പുതിയതായിട്ടൊരു യുദ്ധം നടത്താനൊന്നും പ്ലാനില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ബ്രിട്ടീഷുകാർ എനിക്ക് നല്ല പെൻഷനൊക്കെ തരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പെൻഷനൊക്കെ കഴിച്ച് ജീവിച്ചു വെക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിപ്പോയിമാർ പറഞ്ഞു, ഇന്ത്യ പിടിച്ചടക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചക്രവർത്തിയാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്ന വ്യക്തി താങ്കളാണ്, ബഹദൂർ ഷാ സാഫറാണ്, ബഹദൂർ ഷാ രണ്ടാമനാണ് എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ്റെ ചാഞ്ച് നമ്മൾ പ്രായമായി വന്നാലും ഏത് കാലഘട്ടത്തിലും നമുക്ക് അധികാരം എന്ന് പറയുന്ന ലഹരി ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് വിപ്ലവത്തിന് ഏറ്റെടുത്തു. നൈസായിട്ട് ഡൽഹിയിൽ ഇദ്ദേഹം വിപ്ലവമൊക്കെ നയിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തിൽ ഇദ്ദേഹത്തിനെ തോപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ടായിരിക്കും ബ്രിട്ടീഷുകാർ ഇയാളെ കൊന്നില്ല. പക്ഷേ ഇയാൾക്ക് 3 മക്കളുണ്ടായിരുന്നു. ഇയാളുടെ കൺമുമ്പിൽ വെച്ച് ഈ 3 മക്കളെയും ബ്രിട്ടീഷുകാർ കൊന്നു. ഇയാളെ പിടിച്ച് രംഗൂണിലേക്ക് നാട് കടത്തി. അപ്പോൾ തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ താൻ മരിക്കുന്നതായിരിക്കും ഇതിലും ഭേദമെന്ന് അദ്ദേഹം ചിന്തിച്ചാണ് ആകുണ്ടായ 3 മക്കൾ. അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മക്കളെ വെച്ച് എക്സ്റ്റെൻഡ് നമുക്ക് കിട്ടിയേനെ. അപ്പോൾ 1857 വെച്ച് അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അതായത് 1526 മുതൽ നമ്മൾ പറഞ്ഞത് 1526 മുതൽ 1857 വരെ ഈ പറയുന്ന റിവോൾട്ട് ഓഫ് മുഗൾ എംപയർ നിലനിൽക്കുന്നതിൻ്റെ കാരണം 57 ഇവർ മരണപ്പെട്ടുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ വിഷയമായി കണ്ടത്. അപ്പം അതാണ് എൻ്റെ പാറ്റേൺ. അപ്പം ഇങ്ങനെ പെൻഷനൊക്കെ കൊടുത്തോണ്ടിരുന്നത്. അപ്പം അയാളുടെ പെൻഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ചില്ല, ആര് ബ്രിട്ടീഷ് ഗവൺമെൻറ് വേണ്ടാന്ന് വെച്ചില്ല. പക്ഷേ നാനാ സാഹിബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ പെൻഷൻ വേണ്ടാന്ന് വെച്ചു. എനിക്ക് കുറേ കാശ് കിട്ടിക്കൊണ്ടിരിക്കും, കുറേ ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷ് ഇനി പെൻഷനൊന്നുമില്ല. ഞാൻ പറയാം എന്നാൽ പിന്നെ നമുക്ക് വാളെടുക്കാം, വിപ്ലവം നട്ടാം. അങ്ങനെ നാനാ സാഹിബ് വിപ്ലവം നയിച്ചു. അങ്ങനെ നാനാ സാഹിബ് എവിടെ വിപ്ലവം നയിച്ചെന്നൊക്കെ എക്സാംസിന് ചോദിക്കും. അതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം.
ഇത് ഓരോന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ടൈം എടുക്കും. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ഷോർട്ട് കട്ട് ട്രിക്കിൽ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഝാൻസി റാണി ലക്ഷ്മിബായി ഗ്വാളിയർ വിപ്ലവം നടത്തിയിലേക്ക് അങ്ങനെ പഠിച്ച് ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഓക്കെ, കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരായിരിക്കും. നാനാ സാഹിബ് എവിടെയാണ് വിപ്ലവം എന്ന് വെച്ചാൽ കാൺപൂരിലാണോ ഗ്വാളിയറിലാണോ നമുക്ക് ഈ പറയുന്ന സാധനം കണ്ട്, അല്ലെങ്കിൽ താന്തിയ തോപ്പി എവിടെ വിപ്ലവം എന്ന് വെച്ചാൽ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ഡോണ്ട് ബൈ ഹാർട്ട്. പഠിക്കുമ്പോൾ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് യു വാണ്ട് ഫോളോ ദിസ് മെത്തേഡ്. അടുത്ത റാണി ലക്ഷ്മിബായി's adopted son not recognized. Bahadur Shah Zafar removed from the Red Fort, Mughal dynasty to end. Okay, well, see, Rani Lakshmibai adopted son was not recognized. സത്യത്തിൽ റാണി ലക്ഷ്മിബായിയുടെ സംഭവം കഥ എന്താണെന്ന് വെച്ചാൽ, ഈ റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത് വളരെ മിടുക്കിയായ അല്ലെങ്കിൽ വളരെ ധീരയായ ഒരു വനിതയായിരുന്നു. ഇപ്പോൾ ഝാൻസിയുടെ രാജകുമാരന്, അല്ലെങ്കിൽ രാജകുമാരൻ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇച്ചിരി പ്രായം ഉണ്ടായിരുന്നു. ഝാൻസിയുടെ രാജാവിന് ഈ റാണി ലക്ഷ്മിബായിയെ കണ്ടപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഈ ധൈര്യം അല്ലെങ്കിൽ കുതിരകളോടുള്ള ശക്തിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇദ്ദേഹം കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് തീരുമാനിച്ചു. റാണി ലക്ഷ്മിബായിയെ കല്യാണം തീരുമാനിച്ചു. ഈ പെങ്കൊച്ചിൻ്റെ പേര് മണികർണിക എന്ന്. എക്സാമിന് ഇതൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ, ഞാൻ വെറുതെ കഥ പറയുന്നതല്ലേ. ഇതൊക്കെ എക്സാമിന് നമ്മുടെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞാലും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, അല്ലാതെ കഥയല്ല ഇതൊന്നും, ഇതെല്ലാം ചോദ്യമാണ്. അതായത് മണികർണിക എന്ന് പറയുന്ന പെങ്കൊച്ച്. അങ്ങനെയാണ് അച്ഛനും അമ്മയും കൊച്ചിന് പേരിട്ടത്. അല്ലെങ്കിൽ SSLC ബുക്കിൽ പെണ്ണിൻ്റെ പേര് ഇതായിരുന്നു. SSLC ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ അത് ചുമ്മാ പറഞ്ഞാണേ. കൊച്ചിയെ പേരിട്ടിരുന്നത് മണികർണിക എന്നാണ്. മണികർണിക. അപ്പോൾ ഈ മണികർണിക എന്ന് പറഞ്ഞ പെങ്കൊച്ച് ഷീസ് അതർവൈസ് നോൺ ആസ് റാണി ലക്ഷ്മിബായി എന്നറിയപ്പെടുന്ന പെങ്കൊച്ച്. ഓക്കെ, പെങ്കൊച്ചിൻ്റെ ധൈര്യമൊക്കെ കണ്ടിട്ട് കുതിരയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പെങ്കൊച്ചിന്. കുതിരയുടെ പോരാട്ടം കണ്ടിട്ട് ഈ പറയുന്ന നമ്മുടെ ഝാൻസിയിലെ രാജാവ് ഇയാളെ വിപ്ലവം കഴിച്ചു. ഇയാളെ കല്യാണം കഴിച്ചു. ഈ പെങ്കൊച്ച് കല്യാണം കഴിച്ചു. ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പെങ്കൊച്ച് പട്ടമഹർഷിയാവാണോ അല്ലെങ്കിൽ രാജ്ഞിയാവാണോ. അപ്പോൾ പറഞ്ഞു ഇനി മുതൽ ഝാൻസിയുടെ റാണി ലക്ഷ്മിബായിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് പെങ്കൊച്ചിന് ഝാൻസി റാണി എന്നൊരു പേരും കൂടി ഉണ്ടായി. അപ്പോൾ റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി, മണികർണിക. അച്ഛനും അമ്മയുടെ പേര് മണികർണികയാണ്. എക്സാമിന് എടുത്ത് ചോദിച്ചാണ് അച്ഛനും അമ്മയുടെ പേര് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, മണികർണികയാണ്. അപ്പം ഝാൻസി റാണി ലക്ഷ്മിബായി സ്വാഭാവികമായി കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയായി നമ്മൾ അടുത്ത ഇനി എന്തായിരിക്കും, കുട്ടി ഉണ്ടാവുകയാണ്. ഇനി ഒരു കുട്ടിയെ കാത്തിരിക്കുക. ഒരു കുട്ടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം, കുട്ടി ഉണ്ടാവുന്നില്ല. ഇത് നമ്മുടെ ലക്ഷ്മിബായിയുടെ ഹസ്ബൻഡിൻ്റെ അനിയന് ഭയങ്കര സന്തോഷം. സ്വാഭാവികം എന്താ കാര്യം എന്തായിരിക്കും, കുട്ടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത പിന്തുടർച്ചാവകാശി എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ മകനാണ്. മറ്റേ സിനിമയിൽ ബാഹുബലി നമ്മുടെ മകൻ എന്ന് പറയുന്നത് പോലെ ആരാണ്? ഈ പറയുന്ന ലക്ഷ്മിബായിയുടെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. ഹസ്ബൻഡാണ് രാജാവ്, ഹസ്ബൻഡ് അനിയൻ്റെ മകനാണ്. അനിയനുമല്ല, അനിയൻ്റെ മകനാണ് അടുത്ത ഭരണാധികാരിയായി വരാൻ പോകുന്നത്. അങ്ങനെ ഇയാൾ സന്തോഷമൊക്കെ ആയിട്ടിരുന്ന സമയത്താണ് ഈ പിള്ളേർക്ക് ഗർഭിണിയായി. ഈ റാണി ലക്ഷ്മിബായി ഗർഭിണിയാവുകയും ഇവർക്ക് കൊച്ചുണ്ടാവുകയും ചെയ്യും. പെട്ടില്ലേ, റാണി ലക്ഷ്മിബായിക്ക് കൊച്ചുണ്ടായി, ഇവർക്ക് മക്കളുണ്ടായി. ഭയങ്കര സങ്കടമായി. ആർക്ക്? റാണി ലക്ഷ്മിബായിക്കാണോ അതോ രാജാവിനാണോ? അവർക്ക് ഭയങ്കര സന്തോഷമായി. തൻ്റെ രക്തത്തിൽ കൊച്ചുണ്ടായാൻ തോന്നും. വാവ്, നാടെങ്ങും സന്തോഷം, ആർത്തുവിളി, ഈരമ്പം. മറ്റേ സിനിമയിൽ ബാഹുബലിയിൽ നമ്മൾ കൊച്ചിനെ പൊക്കിയെടുത്തിട്ട് ഇതാണ് അടുത്ത രാജാവ് അമരേന്ദ്ര ബാഹുബലി എന്ന് പറയുന്ന പോലെ നമ്മുടെ കൊച്ചിനെ പൊക്കിയെടുത്തിട്ട് ഇവർ പറഞ്ഞു നിങ്ങളുടെ രാജകുമാരൻ ഇതാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. ആ കാലത്ത് ഇങ്ങനെ നമ്മൾ അപ്പോൾ ആ സിനിമയിലൊന്നും കാണിക്കുന്നുണ്ട്. കൊച്ചുങ്ങളെ നമ്മളിങ്ങനെ രാജാവിൻ്റെ മക്കളെ നാട്ടിൽ തേനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനൊരു പരിപാടിയുണ്ട്. ഈ നാട്ടിൽ തേനൊഴിച്ചു കൊടുക്കുമ്പോഴേ പാമ്പൂച്ചി കൊച്ച് മരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ തേനിനകത്ത് നമ്മളെ മറ്റവനില്ലേ വില്ലൻ, ഏത് എൻ്റെ മോനെ രാജാവാക്കാമെന്ന് വിചാരിച്ചേ ഇയാൾ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ വിഷം ചേർത്തതിൻ്റെ അവസ്ഥയിൽ കൊച്ച് പാമ്പൂച്ചി നമ്മളെ കൊച്ച് വെച്ചു. അങ്ങനെ അയാൾ ഉദ്ദേശിച്ചതുപോലെ അടുത്ത രാജകുമാരനായിട്ട് ഇയാളുടെ മകൻ വരാൻ പോവുകയാണ്. അങ്ങനെ ഇയാളുടെ മകൻ രാജകുമാരനാവാൻ വേണ്ടി തയ്യാറെടുത്ത സമയത്ത് ദൈവത്തിൻ്റെ കളി അവിടെ വീണ്ടും നടന്നു. ദൈവം വേറൊരു കൊച്ചിനെ ഈ കിങ്ഡത്തിലേക്ക് എത്തി. അതായത് റാണി ലക്ഷ്മിബായിയുടെ മുമ്പിലേക്ക് കൊച്ചിന് നോട്ടീസബിളായിട്ടൊരു കൊച്ചു വന്നു. ലക്ഷ്മിബായി പറഞ്ഞു ഭർത്താവിനോട് രാജകുമാരനായിട്ട് അവൻ വേണ്ട, നമ്മളുടെ ദത്തുപുത്രനായ ഇവൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിനെ റാണി ലക്ഷ്മിബായി ദത്തുപുത്രനായിട്ട് എടുത്തു. റാണി ലക്ഷ്മിബായി ദത്തുപുത്രനായിട്ട് എടുത്തു. ഇയാൾ മരിച്ചുപോയി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ദത്തുപുത്രനാണ് രാജാവാകാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു നടപ്പിലാവുന്ന പരിപാടിയല്ല, ഡോക്ടർ ഓഫ് ലാബ്സ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഡെല്ലൗസി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തോട്ടയിൽ ജനിച്ച് വീണ കൊച്ച്, ഞാനത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, കാരണം അവിടെ ചിലപ്പോൾ എനിക്ക് ലാബ് കിട്ടണം. തോട്ടയിൽ ജനിച്ച് വീണ കൊച്ച് വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ ഓഫ് ലാബ്സ് ഡെല്ലഹൗസി.
റാണി ലക്ഷ്മി പറയുന്നത് നാട്ടാ എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം നിങ്ങളാണോ അഭിപ്രായം പറയുന്നത്, ഞാനിപ്പോൾ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ മറ്റേ നിങ്ങൾ സിനിമയല്ല കഥയിലൊക്കെ കണ്ടായിരിക്കും മറ്റേ കുതിരപ്പുറത്ത് ഒക്കത്തൊരു കൊച്ചൊക്കെയായിട്ട് റാണി ലക്ഷ്മിബായി ആക്രമിക്കുന്നുണ്ടല്ലേ. ഈ റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടക്കുകയാണ്. ഝാൻസിയിലും ഗ്വാളിയാറിലും ഒക്കെ യുദ്ധം നടത്തുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ പെൺകൊച്ചി ഭയങ്കര ശക്തിയായിരുന്നു കേട്ടോ, ഭയങ്കര ശക്തിയായിരുന്നു. ആദ്യമൊന്നും ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ഇങ്ങനെ, കാരണം ബ്രിട്ടീഷുകാർ ഇവരെ വിശേഷിപ്പിച്ചത് ഇതിലെ ആൺകുട്ടിയെ ഞങ്ങൾ കണ്ടു എന്നൊക്കെയാണ് ഇവരെ പറഞ്ഞത്. അത്ര ശക്തമായിരുന്നു. പക്ഷെ വൽക്കാത്ത അവസാനം റാണി ലക്ഷ്മിബായി മരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലക്ഷ്മിബായുടെ ഒരു കോൺസെപ്റ്റ്. ഇതുകൊണ്ടാണ് എന്ത് റിമൂവൽ ഓഫ് ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണി ലക്ഷ്മിബായിയുടെ അഡോപ്റ്റഡ് സണ്ണിനെ അവർ റെക്കഗ്നൈസ് ചെയ്യാത്ത. ബഹദൂർ ഷാ സാഫറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, സാഫർ എങ്ങനെയാണ് ഈ പാറ്റേണിലേക്ക് വന്നത് എന്നുള്ളത്. അങ്ങനെ ബഹദൂർ ഷാ സാഫറിനെയും നമ്മൾ ഈ പറഞ്ഞ ഡൈനാസ്റ്റിക് എൻഡിലേക്ക് കൊണ്ടുവന്നപ്പം ബഹദൂർ ഷാ സാഫർ റിമൂവ്ഡ് ദിസ് ഫ്രം റെഡ് ഫോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു. റെഡ് ഫോർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പാറ്റാണ്. അതായത് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതാണ്, അത് ഈ പറഞ്ഞ സിപ്പോയി മ്യൂട്ടിനി ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിതിലേക്ക് വരൂ എന്നുള്ളതായിരുന്നു. പിന്നെ റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഗൾക്കാർക്ക് ഭയങ്കര വൈകാരികമാണ്. നിങ്ങൾ തന്നെ പറ ആരാ റെഡ് ഫോർട്ട് ഉണ്ടാക്കി, വേഗം പറ റെഡ് ഫോർട്ട് ഉണ്ടാക്കി ആരാ? ഓർമ്മയുണ്ട്, റെഡ് ഫോർട്ട് താജ്മഹൽ ഞാൻ ഒരുമിച്ചാണ് പഠിപ്പിച്ചത്. 500 നോട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചത് ആണല്ലോ. റെഡ് ഫോർട്ട് പണിതത് ഉസ്താദ് അഹമ്മദ് ലഹോരിയാണ്. ഉസ്താദ് ഈസ എന്ന പേര് ആർക്ക് വേണ്ടിയാണ് പണിതത്? ഷാജഹാന് വേണ്ടിയാണ്. അതായത് താജ്മഹൽ പണിതതും ഉസ്താദ് അഹമ്മദ് ലഹോരി തന്നെയാണ്. ഉസ്താദ് ഈസ എന്നറിയപ്പെടുന്ന താജ്മഹലാണ് എന്ത് ഈ പറയുന്ന ഷാജഹാന് വേണ്ടി ഉസ്താദ് അഹമ്മദ് ലഹോരി, ഉസ്താദ് ഈസ എന്നറിയപ്പെടുന്ന താജ്മഹൽ പണിത വ്യക്തിയും ഇയാൾ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ മനുഷ്യൻ തന്നെയാണ് എന്ത് പണിതത്? റെഡ് ഫോർട്ട് പണിതത്. അപ്പോൾ റെഡ് ഫോർട്ട് പണിതതും ഈ മനുഷ്യൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബഹദൂർ ഷാ സാഫറിനെ റെഡ് ഫോർട്ടിൽ നിന്ന് മാറ്റി മുഗൾ ഡൈനാസ്റ്റി, ഞാൻ പറഞ്ഞു മുഗൾ ഡൈനാസ്റ്റിയുടെ ഇഷ്യൂ എന്തായിരുന്നു? ബേസിക്കലി ഇവർക്ക് ഔറംഗസീബാണ് ഇവരുടെ ഏറ്റവും ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ എന്നറിയപ്പെടുന്നത്. അതായത് അവസാനത്തെ മഹാനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഔറംഗസീബ്. ലാസ്റ്റ് റൂളർ ഓഫ് മുഗൾ എംപയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ബഹദൂർ ഷാ സാഫറാണ്. ബഹദൂർ ഷാ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സാഫറാണ് എന്ത് ചെയ്യുന്നത്? അവസാനത്തെ റൂളർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ രംഗൂണിലേക്ക് നാട് കടത്തിയെന്ന് പറഞ്ഞാൽ അപ്പം അതോട് മുഗൾ ഡൈനാസ്റ്റിയിലൂടെ ഇയാൾക്ക് ഭരണം മുഴുവൻ ബ്രിട്ടീഷുകാരായിരുന്നു. നമ്മൾ പെൻഷൻ തരാം എന്ന് പറഞ്ഞ സൈഡിലോട്ട് മാറ്റി നിർത്തുകയായിരുന്നു മാത്രമായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിവോൾട്ട് ഓഫ് 1850s ബന്ധപ്പെട്ട പാറ്റേൺ. അപ്പോൾ റിവോൾട്ട് ഓഫ് 1850s പ്രത്യേകത നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നതാണ്. ആരാ വിളിച്ചത്? ആദ്യം വിളിക്കുന്നത് കാറൽ മാക്സ് എന്ന വിദേശിയാണ്. പക്ഷേ ഇന്ത്യക്കാരിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സവർക്കർ, വീർ സവർക്കർ എന്നറിയപ്പെടുന്ന വീർ സവർക്കറാണ്, വി ഡി സവർക്കറാണ് ഇത് വിളിച്ചത്. നമ്മളിത് വലിയ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ഒക്കെ പറഞ്ഞ് ചരിത്രത്തിലൊക്കെ ഭയങ്കരമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സിപ്പോയ് മ്യൂട്ടിനി ആയിരുന്നു, ഒരു ഇന്ത്യൻ മ്യൂട്ടിനി ആയിരുന്നു. ഇനി ഡെവിൾസ് വിൻഡ് എന്ന് വിളിക്കുന്ന സാധനവും ഇത് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ചപ്പാത്തിയിലൂടെയാണ് നമ്മൾ രഹസ്യങ്ങൾ കടന്നു വെച്ചത്. ചപ്പാത്തി മാവിനകത്ത് രഹസ്യ കോഡുകൾ കൊടുത്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ചപ്പാത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിമ്പിൾ പാറ്റേൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. ചപ്പാത്തി ഈ ഉള്ളത് കൊണ്ട് ഇതിനെ ചപ്പാത്തി റവല്യൂഷൻ എന്ന് വിളിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ്. നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നടത്തിയൊരു പോരാട്ടമാണ്. അതുകൊണ്ട് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇമ്മീഡിയറ്റ് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് കാട്രിഡ്ജിൽ ഈ പറഞ്ഞ പശുവിൻ്റെ നെയ്യും പന്നിയുടെ നെയ്യും ഉണ്ട് എന്ന് പറഞ്ഞൊരു റൂമറാണ്. നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ പശുവിറച്ചി കഴിക്കില്ലെന്നും മുസ്ലിംസ് പന്നിയിറച്ചി കഴിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഇടപെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇങ്ങനെയാണ് ഈ വിപ്ലവം നമുക്ക് വളരെ നാശമായത് എന്നുള്ള കാര്യമാണ് ഓർത്തത്. ആൻഡ് ഈ വിപ്ലവം ഒരുപാട് പങ്കെടുത്തെങ്കിലും ഈ വിപ്ലവം വിജയിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഈ വിപ്ലവം വലിയൊരു പരാജയമായിരുന്നു. സോ ഡു സ്റ്റഡി, ദാറ്റ്സ് ഓൾ. താങ്ക് യു.